ദീർഘകാലത്തിനു ശേഷം യുധിഷ്ഠിരന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു. അശ്വമേധയാഗമെന്ന തീരുമാനമറിഞ്ഞപ്പോൾ അർജുനൻ പ്രത്യേകിച്ച് ആവേശഭരിതനായി. ഗാണ്ഡീവം കയ്യിലെടുത്തിട്ട് ഏറെ നാളുകൾ കഴിഞ്ഞിരുന്നു. യോദ്ധാവെന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം വീണ്ടും ഉണർന്നു. എന്നാൽ യുധിഷ്ഠിരൻ അദ്ദേഹത്തെ തടഞ്ഞു. അനീതിയുള്ള യുദ്ധം ഞാൻ അനുവദിക്കില്ല. രാജാക്കന്മാരിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ കരം ശേഖരിക്കുന്നതും എനിക്ക് സമ്മതമല്ല. ഈ യാഗം നടത്തണമെങ്കിൽ അത് അധർമ്മമില്ലാതെ തന്നെ ആയിരിക്കണം. യുധിഷ്ഠിരൻ കൃഷ്ണനിലേക്ക് തിരിഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, മറ്റൊരു ധാർമ്മിക മാർഗമുണ്ടെങ്കിൽ ദയവായി കാണിച്ചു തരണമേ. കൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ധ്യാനിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, വടക്കോട്ടു പോകുക. പണ്ടൊരു രാജാവ് അവിടെ മഹായാഗം നടത്തിയിരുന്നു. ആ യാഗത്തിനുപയോഗിച്ച സ്വർണപാത്രങ്ങളും ഉപകരണങ്ങളും അവിടെ തന്നെയുണ്ട്. അവ ഇപ്പോഴും ഒരു ധാർമ്മിക ലക്ഷ്യത്തിനായി കാത്തിരിക്കുന്നു. സഹോദരന്മാർ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാത്ര തിരിച്ചു. അവിടെ എത്തി അക്രമമോ യുദ്ധമോ കൂടാതെ അവർ വൻ സമ്പത്ത് കണ്ടെത്തി കൊണ്ടുവന്നു. അശ്വമേധയാഗം ഒരിക്കൽ മാത്രമല്ല 3 പ്രാവശ്യം നടത്തി. മഹർഷി വ്യാസൻ യാഗത്തിന് അധ്യക്ഷനായി. ശ്രീകൃഷ്ണൻ പതിവ് പോലെ ആദരിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തു. യാഗാഗ്നിയുടെ ചൂടും മന്ത്രങ്ങളുടെ നാദവും ആകാശം നിറഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ ഉള്ളിലെ ഭാരം ഒന്നൊന്നായി ലഘൂകരിക്കപ്പെട്ടു. ഭൂതകാലമായിപ്പോയില്ല, പക്ഷെ അതിന്റെ മൂർച്ച കുറഞ്ഞു.